Hi friends, welcome to Lino's Kitchen. ഇന്ന് നമുക്ക് ചിക്കൻ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു തോരനാണ്. ഇറ്റ്സ് വെരി സിമ്പിൾ ആൻഡ് വെരി ഈസി. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം കുറച്ച് ചെറിയ ഉള്ളി എടുക്കുക. ഇതും റെഡ് ചില്ലി ഫ്ലേക്സും കൂടെ ഒന്ന് ചതച്ചെടുക്കുക അല്ലെങ്കിൽ അരച്ചും എടുക്കാം. ഞാനിവിടെ ഒരു 30 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സും. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം ഒരു ചീനിച്ചട്ടി എടുക്കുക. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ ഒരു 6-7 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച്, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 8-10 അല്ലി വെളുത്തുള്ളി ചേർക്കണം. ഇത് നീളത്തിൽ അരിഞ്ഞിട്ട് വേണം ചേർക്കാൻ. പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചിയും അതും നീളത്തിൽ അരിഞ്ഞിട്ട് വേണം ചേർക്കാൻ. നീളത്തിൽ അരിഞ്ഞിടുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 2 മിനിറ്റിന് ശേഷം നമ്മൾ ചതച്ചു വെച്ച ചെറിയ ഉള്ളി ചേർക്കുക. ഇത് നല്ലോണം വഴറ്റിയെടുക്കണം. ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. ഉള്ളിയൊക്കെ ഒന്ന് നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരണ്ടിയത് ചേർക്കുക. എന്നിട്ട് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാം. ഇവിടെ ഞാൻ ബോൺലെസ് ബ്രസ്റ്റ് പീസാണ് എടുത്തേക്കുന്നത്. അത് നീളത്തിൽ കുറച്ച് തിന്നായിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ പീസ് വേണമെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തും ചേർക്കാം. ഇതൊന്ന് നന്നായി ഇളക്കിയെടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കാം. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ചിക്കനിൽ നിന്ന് ഓൾറെഡി വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അത് മതി ഈ ചിക്കൻ വേവാനായിട്ട്. അപ്പോൾ നമ്മൾ അടച്ച് വെച്ച് വേവിച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഞാനിവിടെ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്. ചിക്കന് വേണ്ടിയ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുവാണ്. ഈ വെജിറ്റേറിയൻ തോരനൊക്കെ കഴിച്ചുമെടുത്തവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. എസ്പെഷ്യലി ചോറിൻ്റെ കൂടെ ഈ തോരനും തൈരും ഉണ്ടെങ്കിൽ ഉഷാലായി. അങ്ങനെ ചിക്കനൊക്കെ വെന്തു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും വിതറി ഒന്ന് അടച്ചു വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കൻ തോരൻ റെഡിയായി. എന്ത് എളുപ്പമാണ് അല്ലേ? വെരി ക്വിക്ക് ആൻഡ് ഈസി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കല്ലേ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസായിട്ട് എന്നെ അറിയിക്കണം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് Lino's Kitchen.